പനീറിന്റെ ഗ്രേവി ചൈനീസ് ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇത് ചീനച്ചട്ടിയിലേക്ക് കോൺ ബോയിൽ ചെയ്ത് വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് ഇതിന്റെ വെള്ളം എല്ലാം മാറ്റിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് നമ്മൾ ഈ കോണും ക്യാപ്സിക്കവും പച്ചമുളക് സ്ലിറ്റ് ആക്കിയതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇതൊന്നും ഒരുപാട് വേവിക്കില്ല. ഈ കോൺഫ്ലോർ ആൻഡ് മൈദയുടെ മിക്സ്ചറാണ് ഇത്. ഞാൻ നേരത്തെ ഇത് കലക്കി വെച്ചിരുന്നതാണ്. വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കുക. ഡാർക്ക് സോയ സോസ് ഒഴിക്കണം. നന്നായിട്ട് ഇളക്കണം. അതെന്ന് വെച്ചാൽ ലംസ് ഉണ്ടാവും. ഈ കോൺഫ്ലോറിനൊരു പ്രത്യേകതയുണ്ട്, അതിന് ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. എത്ര ഗ്രേവി വേണമെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കണം. പിന്നെ കോൺഫ്ലോർ കുറെ കഴിയുമ്പോൾ കട്ടിയാവുന്ന ഒരു ഗ്രേവി ഉണ്ടാവും. ഇതിൽ ഇനിയും ഞാൻ ഷെസ്വാൻ ചില്ലി ഗാർലിക് സോസ് ഇടുകയാണ്. ഇതിന് മധുരം ഉള്ളതായതുകൊണ്ട് ഒരുപാട് ഇടരുത്. ഈ മധുരമായപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ഇതിന് മധുരമൊന്നുമില്ല, ഗ്രീൻ ചില്ലി സോസ് ആണ്. ഇതിന് പുളിയുണ്ട്, അതുകൊണ്ട് ഇതും അധികം ഇടരുത്. ഡാർക്ക് സോയ സോസിനും പൊതുവെ പുളിയും മധുരമില്ല, പക്ഷെ ഒരു പുളിയുണ്ട്, അതും ഉപ്പുണ്ട്. ഇതിന് കൊഴുപ്പ് കൂടുതലാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊക്കെ ഇത് വേണ്ടവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാവും. ഇതെപ്പോഴും ചൂടോടെ കഴിക്കുന്ന സാധനമാണ്. വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് കട്ടിയാവുന്നതാണ്. ഇത് പനീർ കഷ്ണങ്ങളാക്കിയതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ഇടണം, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇത് കോൺഫ്ലോറും മൈദയുടെ മിക്സ് ആണ്. ഇത് എപ്പോഴും ഈക്വൽ ഇതിലാണ് എടുക്കുന്നത്, പ്രൊപ്പോർഷൻ. ഇതൊന്ന് നനയാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് സോയ സോസ് ഒരുപാട് ഒഴിക്കരുത്. അത് ഇതിന്റെ മുകളിൽ ഒരു ചെറിയ കോട്ട് വരണം, അത്രേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇത് പനീറിന് അധികം വേവൊന്നുമില്ല, ഒരുപാട് നേരമൊന്നും അത് വറക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പുറത്തെ ആ കോട്ടൊന്ന് അതൊന്ന് പൊരിഞ്ഞു കിട്ടിയാൽ മതി. പനീർ ഫ്രൈ നമ്മുടെ ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി എടുത്തെടുത്ത് കഴിക്കാം. ഞാൻ നോൺ വെജിന് വെജിലോട്ട് മറിയാലോ എന്ന് ആലോചിക്കാം.